السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മുടെയൊക്കെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മാന്യതയെ വിലയിരുത്തുന്ന ഒരു ചെറിയ സംഭവത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രവാചകന്റെ ഒരു പ്രധാന എതിരാളി ആയിരുന്നു സഫ്വാൻ. അതുപോലെ തന്നെ സഫ്വാന്റെ പിതാവായ ഉമയ്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാന എതിരാളിയായിരുന്നു. ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിശിദ്ധമായി വിമർശിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായി ആക്ഷേപിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ ശത്രുക്കൾ നടത്തിയ എല്ലാ നടപടികൾക്കും എതിരായി നടത്തിയ എല്ലാ നടപടികൾക്കും അവർ പങ്കുവഹിക്കുകയാണ്. അവരദ്ദേഹത്തെ സഫ്വാനും അതുപോലെ തന്നെ അവരുടെ പിതാവ് ഉമയ്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയാണ്. അവരിൽ പലരെയും പലരെയും കൊന്നുകളയുക വരെ ചെയ്തു. അതുപോലെ തന്നെ സാമൂഹികമായി ബഹിഷ്കരിച്ചു. അവരൊക്കെ അവരുടെ നാട്ടിൽ നിന്നോ ആട്ടി ഓടിച്ചു. അവസാനം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനൊരു വിജയം ഉണ്ടായി. അദ്ദേഹം മക്കയുടെ ഒരു ജേതാവായി മക്കയിൽ അദ്ദേഹം തിരിച്ചെത്തുകയാണ് മദീനയിൽ നിന്ന്. അങ്ങനെ കൂടെ 10,000 കണക്കിന് മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ധീരരായ പോരാളികളായിരുന്നു. പിന്നെ പ്രവാചകൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവരായിരുന്നു പ്രവാചകന്റെ കൂടെയുള്ളവര്. അങ്ങനെ എതിരാളികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളെല്ലാം പരാജിതരായി പിന്മാറുകയാണ്. നമുക്ക് ആ സംഭവത്തെ പറ്റിയൊക്കെ അറിയാം, മക്ക വിജയത്തെ പറ്റിയൊക്കെ. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വലിയൊരു വിജയം അവിടെ കൈവരിക്കാൻ സാധിക്കുകയാണ്. അങ്ങനെ സഫ്വാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എതിരാളിയായിരുന്ന സഫ്വാന് അവിടുന്ന് നാട് വിടാൻ തീരുമാനിക്കുകയാണ്. കടൽ കടക്കാനായി അദ്ദേഹം ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. ഈ ഒരു വിവരം അറിഞ്ഞ വഹബിന്റെ പുത്രൻ ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അദ്ദേഹം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിന്റെ ദൂതരെ, ജനനേതാവായ സഫ്വാൻ താങ്കളെ ഭയന്ന് നാട് വിടുകയാണ്. അയാൾക്ക് അഭയം നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുകയാണ്, ശരി, അയാൾക്ക് അഭയം അനുവദിച്ചിരിക്കുന്നു. അവിടെ നിന്ന് അരുൾ ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാന് അഭയം നൽകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എങ്കിൽ താങ്കൾ അയാൾക്ക് അഭയം നൽകിയ കാര്യം ബോധ്യമാവുന്ന എന്തെങ്കിലും അടയാളം തന്നാലും. കാരണം ഇത് കേട്ടാൽ ചിലപ്പോൾ സഫ്വാന് വിശ്വസിക്കില്ല. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു തെളിവ് തരാൻ വേണ്ടി ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഉമൈർ ആവശ്യപ്പെട്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതനുസരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപ്പാവ് അഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതുമായിട്ട് ഉമൈർ സഫ്വാനെ പിന്തുടർന്നു. കടപ്പുറത്ത് വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഉമൈർ സഫ്വാനോട് പറയുകയാണ്, സഫ്വാൻ, താങ്കൾ സ്വയം നശിക്കരുത്. താങ്കൾക്ക് നബി തിരുമേനി അഭയം നൽകിയിരിക്കുന്നു. അതിനാൽ എൻ്റെ കൂടെ വരിക. അപ്പോ സഫ്വാൻ ഭയന്നിട്ടാണ് നാട് വിടാൻ തീരുമാനിച്ചത്. അപ്പോൾ പറയുകയാണ്, അദ്ദേഹം എന്നെ വധിക്കുമോ, എനിക്ക് പേടിയാവുന്നു എന്ന് സഫ്വാനെ പേടിച്ചിട്ട് ഉമൈറിനോട് പറയുകയാണ്. അപ്പോൾ ഉമൈർ പറയുന്നത്, ഇല്ല, മുഹമ്മദ് വളരെ മാന്യനാണ്, എന്ത് വന്നാലും വാഗ്ദത്തം പാലിക്കും. താങ്കൾക്ക് അഭയം നൽകിയതിന് തെളിവായിട്ട് പ്രവാചകൻ ഇതാ തന്റെ തലപ്പാവ് അഴിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ഉമൈർ സഫ്വാനെ തിരിച്ച് വരാൻ വേണ്ടി പറയുകയാണ്, അഭയം നൽകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിന്ന് മടങ്ങിയിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പ്രവാചകന്റെ അടുത്തെത്തി ഉടനെ സഫ്വാനെ വിളിച്ചു ചോദിക്കുകയാണ്, താങ്കൾ എനിക്ക് അഭയം നൽകിയിരിക്കുന്നു എന്ന് ഇയാൾ പറയുന്നു. അതായത് ഉമൈർ പറയുന്നു, ശരിയാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറുപടി പറയുകയാണ്, അതെ, താങ്കൾക്ക് നാം അഭയം അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഉമർ പറയുകയാണ്, എനിക്ക് 2 മാസത്തെ
അവധി തരണം എൻ്റെ ഭാവി നിലപാട് തീരുമാനിക്കാൻ വേണ്ടി. സഫ്വാൻ അങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആവശ്യപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് 4 മാസത്തെ അവധി അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഈ സംഭവത്തെ പറ്റി നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യതയും മനസ്സിന്റെ വിശാലവും ഒക്കെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.